ഇത് ലുലു മാൾ കൊച്ചിയല്ല കേട്ടോ, ട്രിവാൻഡ്രം കേട്ടോ. പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ കൊച്ചി ലുലു മാൾ പോലെ ഉണ്ടെങ്കിലും അതിലും വലുതാണല്ലോ ട്രിവാൻഡ്രം ലുലു മാൾ. അപ്പം ഞങ്ങളൊന്ന് തമിഴ്നാടൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ ട്രിവാൻഡ്രം ലുലു മാൾ കാണണമെന്ന് പറഞ്ഞിട്ട് ഇവർ ബഹളമായി. അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ കയറാമെന്ന് വെച്ചു. ഭയങ്കര തിരക്കായിരുന്നു, സൺഡേ ആണ് പോയത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, എല്ലാ ബ്രാൻഡഡ് ഷോപ്സും ഉണ്ട് അവിടെ. വെസ്റ്റ് സൈഡാണ്, കയറുമ്പോൾ തന്നെ വെസ്റ്റ് സൈഡ് ഉണ്ട്, മാക്സ് ഉണ്ട്, പിന്നെ നമ്മുടെ സ്റ്റുഡിയോ എല്ലാം ഉണ്ട്. എല്ലാ ബ്രാൻഡഡ് ഷോപ്സും ഉണ്ട്. മാക്സ് സ്റ്റുഡിയോ കാണുന്നുണ്ട്. നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഇതിൽ കണ്ടാൽ തന്നെ അറിയാം, വീഡിയോയിൽ നല്ല തിരക്കായിരുന്നു. ഓഫേഴ്സും നടക്കുന്നുണ്ട്. നമ്മളപ്പോൾ അവിടെ ഒന്നും കയറിയില്ല. നമ്മൾ ഏറ്റവും മുകളിൽ കയറിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. പിന്നെ അവിടെ ഫണ്ടൂര ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ പറയണ്ട, മോന് പിന്നെ അത് മതിയായിരുന്നു. ലുലു മാളിൻ്റെ ഇരട്ടിയുണ്ട് ഫണ്ടൂരയിൽ ഗെയിംസൊക്കെ. അപ്പോൾ ഒരു ദിവസം പോരാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ കൊച്ചി ലുലു മാളിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് നമുക്ക് കാണാൻ ഒരു ദിവസം എടുക്കുമല്ലോ. പിന്നെ ഇങ്ങനെ ഡ്രസ്സിൻ്റെ കളക്ഷൻസ്, ബാഗ്സ് എല്ലാം ഉണ്ട് ലുലു മാളിൽ പോലെ തന്നെ. കാണാത്തവർക്ക് പോകാൻ തോന്നുന്ന ജസ്റ്റ് ഞാനെടുത്തൊരു വീഡിയോ ആണ്. കുറച്ച് സ്പീഡിലെടുത്ത, കുറച്ച് നമ്മൾ ഇങ്ങനെ കുറച്ച് നിർത്തിയെടുത്ത് കഴിഞ്ഞാൽ ബോറടിക്കൂലേ, ലോങ് വീഡിയോ ആവും. അതുകൊണ്ടാണ്. ഇത് ഇലക്ട്രോണിക്സ് ആണ് കേട്ടോ. തന്നെ ലുലു മാൾ കൊച്ചിയിലാണെങ്കിലും എവിടെ പോയാലും ഹസ്ബൻഡിന് ആദ്യം ഇലക്ട്രോണിക്സിൽ കയറണം. ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒരു വീക്ക്നെസ്സാണ്. ഗിത്താറൊക്കെ ഉണ്ടായിരുന്നു, യെല്ലോ ഗിത്താറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്പീക്കർ നോക്കാനാണ് ഈ സൈഡ് കയറിയത്. JBLൻ്റെ സ്പീക്കർ, ഇതൊക്കെ ഒരു വീക്ക്നെസ്സാണ്. ഏത് ലുലു മാളിൽ പോയാലും ആദ്യം ഇലക്ട്രോണിക്സിലേക്കാണ് കയറുക. കാരണം ഇതൊക്കെ ഒരു എന്താ പറയുക, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ. വാങ്ങിയത് ലുലു മാളിൽ നിന്ന് തന്നെയാണ്, നമ്മൾ മിസ്റ്റർ ലൈറ്റാണ് ഹോം തിയേറ്റർ. പിന്നെ വേണ്ട, ഇത് ആഭരണപ്പെട്ടി. ഭയങ്കര വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കൊച്ചി ലുലു മാളിനേക്കാളും ഇതുപോലെ കുറേ സ്റ്റാച്യൂസ്, ഡ്രൈ ഫ്ലവേഴ്സ്, പിന്നെ ക്ലോക്സൊക്കെ കുറേ കൂടുതലുണ്ട്. സ്പേസും ഉണ്ടല്ലോ. ഇതുപോലെ ആനയുടെ നെറ്റിപ്പട്ടം, പിന്നെ കാർപ്പറ്റ്സ്, കർട്ടൻസ്, ബെഡ്ഷീറ്റ്സ്, അങ്ങനെ കുറേ ഉണ്ട്. നമ്മൾ പിന്നെ കാറ് ഓൾറെഡി തമിഴ്നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് കാറ് ഓൾറെഡി നിറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടൊന്നും മേടിക്കാൻ പോയില്ല. പിന്നെ ഗെയിംസ് ആണെങ്കിൽ ഒരുപാട് ഇരിക്കാനും കുറച്ച് സീറ്റ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾ കളിക്കുമ്പോൾ നമുക്ക് പേരൻസിന് അവിടെ എവിടെയെങ്കിലും ഇരിക്കാം. കാരണം അതിനു വേണ്ടി ഗെയിംസുണ്ട്. പിന്നെ ഇതുപോലെ ഉണ്ടാവും മുകളിൽ ഇങ്ങനെ ഇതുണ്ട്, റോപ്പുണ്ട്. അത് വേറെ ലുലു മാളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, കൊച്ചി ലുലു മാൾ മാത്രമേ പോയിട്ടുള്ളൂ. ഇവിടെ റോപ്പുണ്ട്. ആ റോപ്പിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ലുലു മാൾ നമുക്ക് കാണാം. പിന്നെ അങ്ങനെ കുറേ റൈഡ്സ്, കൊച്ചിയിലുള്ള റൈഡ്സൊക്കെ ചിലതൊക്കെ കൊച്ചിയിലുള്ള സെയിം റൈഡ്സൊക്കെ തന്നെ, അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വേറെയും ഉണ്ട്. അതിലൊക്കെ ഇങ്ങനെ ഇത് കൊച്ചിയിൽ ലുലു മാളിലും കണ്ടിട്ടുണ്ട് ഈ ഒരു റൈഡ്. അതിലൊക്കെ ഒരാൾക്ക് വേണ്ടിയിട്ട്, അത് ഇവിടുത്തെ ലുലു മാളിൻ്റെ മെയിൻ എനിക്ക് പ്രത്യേകത തോന്നിയേക്കണം കേട്ടോ. ഒരു കുട്ടിയാണെങ്കിൽ കൂടി, ഒരാളാണെങ്കിൽ കൂടി അവർ കയറ്റും കേട്ടോ. പിന്നെ കാർഡ് റേറ്റ് കൂടുതലാണ്. ഒരു 2000 അടുത്തൊക്കെ വരുന്നുണ്ട് നമ്മൾ കാർഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ലുലുവിൽ പിന്നെ അങ്ങനെയല്ലല്ലോ. പിന്നെ അതുപോലെ നമുക്ക് ക്യാഷ് കൊടുക്കാം ചില റൈഡിന്. ഇവിടെ അത് പറ്റില്ല, കാർഡ് തന്നെ എടുക്കണം നമ്മൾ. അങ്ങനെയുണ്ട്. ഏറ്റവും എമൗണ്ട് കുറവ് 2000 താഴെ തന്നെ 1000 സംതിങ് വരുന്നുണ്ട്. കറക്റ്റ് എമൗണ്ട് ഞാൻ മറന്നുപോയി, അതാണ്. അങ്ങനെ. പക്ഷേ ഗെയിംസ് ഇതൊക്കെ ഇങ്ങനെയൊന്നും നമ്മുടെ കൊച്ചി ലുലു മാളിലില്ല. അവൻ എല്ലാത്തിലും കയറി കേട്ടോ, മോൻ എല്ലാത്തിലും കയറിയിരുന്നു, എൻജോയ് ചെയ്തു. കുറേ കുട്ടികൾ ഇതുപോലെ കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു എൻജോയ്മെൻറ്റാണ്. പിന്നെ ഒരുപാട് റൈഡ്സ് ഉണ്ട് അവർക്ക്. പിന്നെ വെറൈറ്റി ഗെയിംസൊക്കെ ഉണ്ട്. ഉണ്ടോ, നല്ല തിരക്കായിരുന്നു. വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, നിറയെ ആൾക്കാരുണ്ട്. ഉണ്ടോ, കുട്ടികളും ഉണ്ട്, പാരൻസും ഉണ്ട്, ഗ്രാൻഡ് പാരൻസും ഉണ്ട്. മൊത്തത്തിൽ നല്ല തിരക്കായിരുന്നു. ബോളിംഗ് സെക്ഷൻ ഉണ്ട്. ബോളിംഗ് സെക്ഷൻ നമുക്ക് വലിയ ആൾക്കാർക്ക് ഉള്ള ഗെയിംസ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി അതിലൊരു കുട്ടിയുള്ളൂ. ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ആ ഗെയിം അവർ ഓണാക്കിയേക്കുന്നത്. അതിന് നല്ലൊരു ലൈറ്റിങ് അറേഞ്ച്മെൻറ്റ്സൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ആ കുട്ടിയെ ശരിക്കും കളിക്കുന്നുണ്ട്. അതെ, കുറച്ച് നേരം ഞാനതിങ്ങനെ നോക്കി എടുത്തോണ്ട്. ഇവൻ്റെ പുറകെ നടക്കണം. ഇവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇതാണ് ബൗളിങ്ങിൻ്റെ ഏരിയയാണ്. അവിടെ കാർഡ് ഇതാക്കിയവർക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ. പിന്നെ ഒരു കോഫി ഷോപ്പുണ്ട് മുകളിൽ. ഇതിൻ്റെയും ഈ ഫണ്ടൂരേൻ്റെ അവിടെ ഒരു സ്റ്റെപ്പുണ്ട്, അതിൽ നിന്ന് മുകളിലേക്ക് കയറാം. ഇതൊക്കെ
ഉണ്ട് ബൗളിങ് ചെയ്ത് ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഗെയിംസൊക്കെ. അങ്ങനെ ഒരുപാടുണ്ട്. പോവാത്തവരൊന്ന് കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടം. കോഫി ഷോപ്പിൽ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ കോഫിയിലാക്കി തരും. ഉണ്ടോ ഇതുപോലെ അത് അവിടെ സ്ക്രീനിൽ കാണിച്ചാൽ കേട്ടോ, അതുകൊണ്ട് അത്ര ക്ലിയർ ആവാത്തത്. പിന്നെ ഇത് മോളിൽ നിന്നുള്ള വ്യൂ ആണ്. ഉണ്ടോ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് അവന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു.